കൃത്യം 11:30 കഴിഞ്ഞാണ് ഞങ്ങൾ ആലപ്പുഴ എത്തിയത്. ആലപ്പുഴ എത്തിയപ്പോൾ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരുന്നത്. ആ മഴയത്ത് തന്നെ ഞങ്ങൾ വണ്ടി സൈഡൊതുക്കി പാർക്ക് ചെയ്തിട്ട് നേരെ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ട് ജെട്ടിയിലെത്തി. ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്തിയപ്പോൾ അവിടെ ബോട്ട് പോകാൻ റെഡിയായി കിടക്കുകയാണ്. ആൾക്കാരൊക്കെ തന്നെ അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു. ഞങ്ങൾ പെട്ടെന്ന് തന്നെ അകത്ത് കയറി. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബോട്ട് അവിടുന്ന് എടുത്തു. ബോട്ട് എടുത്തു കഴിഞ്ഞ് നമ്മുടെ കണ്ടക്ടർ സാർ ടിക്കറ്റൊക്കെ ആയിട്ട് വന്നപ്പോഴാണ് നമ്മളതിൻ്റെ യഥാർത്ഥ ഹൈലൈറ്റ് അറിഞ്ഞത്. വേറൊന്നുമല്ല, ഈ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഇത്ര മനോഹരമായ ഒരു യാത്രയ്ക്ക് ആവശ്യമായി വരുന്ന ടിക്കറ്റ് വെറും 19 രൂപയാണ്. അങ്ങോട്ട് 19 രൂപ, തിരിച്ചിങ്ങോട്ടും 19 രൂപ. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ബോട്ടങ്ങ് പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബോട്ട് പുറപ്പെട്ടു. കൃത്യസമയത്ത് തന്നെ ബോട്ട് പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങളങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഹൗസ് ബോട്ടുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഹൗസ് ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകളെല്ലാം ഉണ്ട്. ശരിക്കും കായൽ ജീവിതം ആസ്വദിക്കുകയാണ് കേട്ടോ. ആലപ്പുഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് കായൽ ജീവിതം ആസ്വദിച്ച് തന്നെ പോകാം. ഹൗസ് ബോട്ടുകളുടെ നീണ്ട നിര തന്നെയാണ് വരുന്നത്. എല്ലാത്തിനകത്തും നല്ല ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ലൈൻ ബോട്ടായതുകൊണ്ട് ആൾക്കാർ ഇറങ്ങുകയും ഓരോ ജെട്ടിയിൽ നിർത്തി ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ പതുക്കെ, ബോട്ട് അധികം സ്പീഡിലല്ല എങ്കിലും ഒരു ആവറേജ് സ്പീഡിൽ തന്നെയാണ് ബോട്ട് പോകുന്നത്. ഇടയ്ക്ക് നല്ല പാടങ്ങളൊക്കെ കാണാം. പിന്നെ മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെ യഥാർത്ഥ ജലജീവിതം നമുക്ക് ആസ്വദിക്കാം. കുട്ടനാടുകാരുടെ വെള്ളവും കൂടിക്കലർന്ന ഒരു ജലജീവിതം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആസ്വദിക്കാം. ഇതാണ് കൈനഗരി ടെർമിനൽ. നമ്മൾ ചേന്നങ്കരി, കൈനഗരി ഇവിടങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ നമുക്ക് ശരിക്കും കുട്ടനാടിനെ ഏകദേശം കുറച്ചൊക്കെ അടുത്തറിയാൻ കഴിയും. കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടനാട് നമുക്ക് ആ ഒരു ഇതിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൃത്യം 1:15 ഞങ്ങൾ അവിടെ എത്തി. നമുക്കവിടെ ഇനി ഒരു അരമണിക്കൂർ അടുത്ത് അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം. നമുക്കവിടെ ഫുഡൊക്കെ കഴിക്കാം. തൊട്ടടുത്ത് തന്നെ ഒരു മത്സ്യവിഭവങ്ങൾ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ അവിടെ അവർ വളർത്തുന്നതാണോ എന്നറിയില്ല, ആ ഗേറ്റിൽ തന്നെ ഒരു പരുന്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതിനെല്ലാം കണ്ട് ഞങ്ങളുടെ ബോട്ടിൻ്റെ അടുത്തോട്ട് ചെന്നതും കറക്റ്റ് 1:45 തന്നെ ബോട്ട് അവിടുന്ന് തിരിച്ച് ആലപ്പുഴയ്ക്ക് തിരിച്ചെടുത്തു.